Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് TLS? ഓക്കെ, TLS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമുക്ക് ക്ലയൻറ്റും സെർവറും അല്ലെ രണ്ട് ക്ലയൻറ്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് നടത്തണമെങ്കിൽ സെക്യൂറായിട്ട് നമുക്ക് നെറ്റിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്രോട്ടോകോൾസ് ആണ് SSLഉം TLSഉം. അപ്പം TLS അവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എൻഡ് യൂസേഴ്സിന് മാത്രമേ ആ കറക്റ്റായിട്ടുള്ള മെസ്സേജ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ നെറ്റിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സിമെട്രിക്കാണ് എൻക്രിപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ വൈഡ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ ആണ് TLS എന്ന് പറയുന്നത്. അപ്പം നെറ്റിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്ക് വേണ്ടിയാണ് ഈ TLS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പ്രൈമറിൽ എന്താണ് TLSൻ്റെ അത് എൻക്രിപ്റ്റ് ചെയ്യാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് വെബ് ആപ്ലിക്കേഷനും സെർവറിൻ്റെ അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മൾ അവിടെ കമ്മ്യൂണിക്കേഷൻ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ TLS നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? ഇമെയിൽ, മെസ്സേജിങ് ആൻഡ് വോയിസ് ഓവർ IPക്ക് അത് യൂസ് ചെയ്യുന്നുണ്ട്. TLS എന്ന് പറയുന്നത് പ്രെഡിസസർ ഓഫ് SSL ആണ്. ഓക്കെ, TLS ഇസ് ദ പ്രെഡിസസർ ഓഫ് SSL റെക്കോർഡ് പ്രോട്ടോകോൾ. SSLൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് TLSനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. TLS പ്രപ്പോസ് ചെയ്തത് ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ്, അതായത് IETF ആണ് ഇതിനെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഈ ഒരു TLSൻ്റെ ഫസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് TLS 1 ആണ്. അത് വേർഷൻ പബ്ലിഷ് ചെയ്തത് 1999 അതിനുശേഷം TLS 1.1 വന്നു, 1.2 വന്നു. നെക്സ്റ്റ് ഇസ് ദ ലേറ്റസ്റ്റ് വേർഷൻ TLS 1.3. It is published in 2018. അപ്പോൾ ഇതിൻ്റെ TLSൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് 1.3. അത് പബ്ലിഷ് ചെയ്ത് 2018 ഫസ്റ്റ് വേർഷൻ 1 ആണ് 1.0. വേർഷൻ 1.0 ആണ് അത് പബ്ലിഷ് ചെയ്തത് 1999. അപ്പോൾ SSL ഇതിന് വേറെ നമ്മൾ SSL എന്നും TLS എന്നും നമ്മൾ മാറി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് രണ്ടും നെറ്റ്സ്കേപ്പുകാരാണ് SSL പ്രപ്പോസ് ചെയ്തത്. ഇത് TLS പ്രപ്പോസ് ചെയ്തത് IEFT ആണ്. അപ്പം അതുകൊണ്ട് ഏകദേശം സിമിലർ ആണ്. കുറച്ച് മോഡിഫിക്കേഷൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഏകദേശം SSL വേർഷൻ 3.1 എന്ന് പറയുന്നത് ഏകദേശം TLS 1 ഈക്വലൻ്റ് ആണ്. ഓക്കെ, SSL വേർഷൻ 3.1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ്റ്. അപ്പോൾ ഈ TLSന് 2 ലേയേഴ്സ് ആണുള്ളത്. TLSന് 2 ലേയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് റെക്കോർഡ് പ്രോട്ടോക്കോളും. ഓക്കെ, റെക്കോർഡ് പ്രോട്ടോക്കോളാണ് ഫസ്റ്റ് വേർഷൻ. ദിസ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് എൻക്രിപ്ഷൻ. ഓക്കെ, റെക്കോർഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നതിൻ്റെ പാർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എൻക്രിപ്ഷൻ യൂസ് ചെയ്തിരിക്കാം. ഇനി നെക്സ്റ്റ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളാണ്. ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒതൻറ്റിക്കേഷന് വേണ്ടിയാണ്. അപ്പോൾ 2 പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഓക്കെ, ഒതൻറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. എന്തൊക്കെയാണ് ഡിഫറൻസ്
TLSും SSSും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? Okay, TLS evolved from previous encryption algorithm called secure socket layer, which is developed by Netscape. നമ്മൾ ഓൾറെഡി പറഞ്ഞു TLS എന്ന് പറയുന്നത് അത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? SSL നിന്നാണ്. അത് SSL ഡെവലപ്പ് ചെയ്ത നെസ്കേപ്പും മറ്റേത് ഡെവലപ്പ് ചെയ്തത് TLS ഡെവലപ്പ് ചെയ്ത ILTL ആണ്. അപ്പം SSL വേർഷൻ 3.1 ഈക്വലൻ്റ് ആണ് ഏതാണ്? TLS1 എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത് TLS വേർഷൻ 1 ആക്ച്വലി ബിഗാൻ ഡെവലപ്ഡ് as SSL വേർഷൻ 3.1. ഓക്കെ, വേർഷൻ 1.0 TLS വേർഷൻ 1.0 എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്? SSL വേർഷൻ 3.1 നിന്നാണ്. നമ്മളിത് ഇൻ്റർചേഞ്ച് ഒന്നിൽ SSL എന്നോ TLS എന്നോ യൂസ് ചെയ്യാറുണ്ട് മാറി മാറി. പക്ഷേങ്കിൽ ഇത് രണ്ട് പേരാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്താണ് TLSും HTTPSും തമ്മിലുള്ള ഡിഫറൻസ്? HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. HTTPS എന്ന് പറഞ്ഞാലോ സെക്യൂർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. അപ്പം HTTPS ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് TLS എൻക്രിപ്ഷൻ ഓൺ ദ ടോപ്പ് ഓഫ് HTTP പ്രോട്ടോക്കോളിൻ്റെ അകത്താണ് HTTPS ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് TLC എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ ആണ്. അപ്പം അതിൻ്റെ ടോപ്പിൽ TLSൻ്റെ അകത്ത് HTTPക്ക് അകത്താണ് HTTPS നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് സാധാരണ HTTPSും ഇതൊക്കെ യൂസ് ചെയ്യുന്ന എവിടെയാണ്? വെബിൻ്റെ അകത്ത്, വെബ് സൈറ്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യും. കൂടാതെ ചില വെബ് സർവീസസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ HTTP ഇപ്പം നമ്മളൊരു ഓപ്പൺ ചെയ്ത് വരുവാണ്. ഓക്കെ, നമ്മളൊരു സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും സെർച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാലും HTTP എന്ന് പറഞ്ഞിട്ടാണ്, HTTPS എന്ന് പറഞ്ഞിട്ട് 2:/ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സെർച്ച് ചെയ്യുന്ന റിസൾട്ട് കാണിക്കുന്നത് അല്ലേ ബ്രൗസറിൽ. അപ്പം ഇതിൻ്റെ അകത്ത് HTTPSൻ്റെ അകത്ത് നമ്മൾ ഡേറ്റ എന്തുകൊണ്ടാണ്? വൈ ഷുഡ് ബിസിനസ്സസ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ യൂസിങ് ദ TLS പ്രോട്ടോക്കോൾ? എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ആപ്ലിക്കേഷനും വെബ് ആപ്ലിക്കേഷനും ഒക്കെ TLS പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇപ്പോൾ ഡേറ്റ പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുവാണ്? എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയക്കുന്നത്. അപ്പം അങ്ങനെ ആണെങ്കിൽ അറ്റാക്കേഴ്സിൻ്റെ അതിപ്പോൾ ഒരു വെബ് ബ്രൗസർ ഉണ്ട്, ഒരു സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ എങ്ങനെ പാസ് ചെയ്യുവാണെങ്കിൽ അത് എൻക്രിപ്റ്റഡ് ഫോമിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരു അറ്റാക്കേഴ്സിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഡേറ്റയെ കിട്ടില്ല, കറക്റ്റായിട്ട് റീഡ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ടോ പറ്റില്ല. ഉള്ളി ഇത് എൻഡ് യൂസറിന് മാത്രമേ അതിനെ വ്യൂ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും പറ്റത്തുള്ളൂ. കൂടാതെ TLS പ്രൊട്ടക്ട്സ് HTTPS is quickly become a standard practice for website. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മളിപ്പം ഒരു സൈറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡായിട്ട് HTTPS എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മെസ്സേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത്? TLS ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ഗൂഗിൾ ക്രോമിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് നോൺ HTTPS സൈറ്റ് ആണെങ്കിൽ അത്ര സെക്യൂർ അല്ല എന്നുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ സെക്യൂർ ആണോ അല്ലയോ, അതായത് ഒന്നുകിൽ നമ്മൾ TLS ആണ് യൂസ് ചെയ്യുന്നത്, പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് സെക്യൂർ ചെയ്തേക്കുന്നത് ഈ ഒരു സൈറ്റുകളിലെല്ലാം. അങ്ങനെ അല്ലാത്ത സൈറ്റുകൾ വരുമ്പോഴത്തേനാണ് എന്ത് കാണിക്കുന്നത്? ഇറ്റ് ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാർണിംഗ് മെസ്സേജ് കാണിക്കത്തില്ലേ, അത് കാണിക്കുന്നത് അവിടെയാണ്. SSLന്
മൂന്ന് മെയിൻ കമ്പോണൻസ് ആണ് ഉള്ളത്. മൂന്ന് കാര്യങ്ങളാണ് അക്കംപ്ലിഷ് ചെയ്യേണ്ടത്. ഒന്ന് എൻക്രിപ്ഷൻ, രണ്ടാമത്തെ ഒതൻറ്റിക്കേഷൻ, മൂന്നാമത്തെ ഇൻറ്റിഗ്രിറ്റി. ഈ മൂന്ന് കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യണം ഒരു TLS പ്രോട്ടോക്കോൾ. അപ്പോൾ എൻക്രിപ്ഷൻ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ്. ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി മോഡിഫൈ ചെയ്യാനോ റീഡ് ചെയ്യാനോ പാടില്ല. അത് ഹൈഡ് ചെയ്യുക മെസ്സേജിനെ. അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒതൻറ്റിക്കേഷനോ, രണ്ട് പാർട്ടീസ് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പം രണ്ട് പേരും കറക്റ്റായിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻറ്റിഗ്രിറ്റി, ഓക്കെ, അതായത് ഇൻറ്റിഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ ആരും അതിനകത്ത് ചേഞ്ച് വരുത്താൻ പാടില്ല. അപ്പം അതിനെ വെരിഫൈ ചെയ്യുക, ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ, ഓക്കെ, ടാമ്പേർഡ് ആണോ, ഫോർക്ഡ് ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ടാണ് ഇൻറ്റിഗ്രിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു TLS ഉണ്ടെങ്കിൽ നമ്മൾ ആ TLS സർട്ടിഫിക്കറ്റ് നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യണം സെർവറിനകത്ത്. കേട്ടോ, ഫോർ എ വെബ്സൈറ്റ് ഓർ ആപ്ലിക്കേഷൻ ടു യൂസ് TLS യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ഹാവ് എ TLS സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റോൾഡ് ഓൺ ഇറ്റ്സ് ഒറിജിനൽ സെർവർ. TLS സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം. ആ TLS സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? The TLS certificate is issued by a certificate authority to the person or business that own a domain. സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ട്. ആ സർട്ടിഫിക്കറ്റ് അതോറിറ്റി ആണ് ഒരു പേഴ്സൺ ആയിക്കോട്ടെ ഒരു ബിസിനസ്സിനായിക്കോട്ടെ TLS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ TLS ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, TLS സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം സെർവറിൻ്റെ അകത്ത്. ഈ TLS സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് അതോറിറ്റി ഉണ്ട്, അവരാണ് ഒരു. അപ്പം എന്തൊക്കെയാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്? ദ സർട്ടിഫിക്കറ്റ് കണ്ടെയ്ൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഹൂ ഓൺ ദ ഡൊമൈൻ. ആരാണ് ഈ ഡൊമൈന് ഓൺ ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചിരിക്കുന്നത്, ആരുടെ ഡൊമൈൻ ആണ്. എലോങ് വിത്ത് സെർവേഴ്സ് പബ്ലിക് കീ, അതിൻ്റെ കൂടെ സെർവറിൻ്റെ പബ്ലിക് കീ കാണും. ബോത്ത് ഓഫ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ടു വാലിഡേറ്റ് ദ സെർവർ ഐഡൻറ്റിറ്റി. സെർവറിൻ്റെ ഐഡൻറ്റിറ്റി കാണും. ഓക്കെ, ആരാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഹൂ ഓൺ ദ ഡൊമൈൻ, ആരാണ് അതിൻ്റെ ഓണർ, സെർവറിൻ്റെ പബ്ലിക് കീ കാണും. കൂടാതെ അത് സെർവറിൻ്റെ ഐഡൻറ്റിറ്റി വാലിഡേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണും. ഓക്കെ, അപ്പം TLS കണക്ഷൻ ഈസ് ഇനിഷ്യലൈസ്ഡ് യൂസിങ് എ സീക്വൻസ് നോൺ ആസ് TLS ഹാൻഡ് ഷേക്ക്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ SSL പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെയും അതുപോലെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോള് വെച്ചിട്ട് കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. When a user navigates to the website with use TLS, the TLS handshake begins between user's device and the web server. അപ്പം നമുക്കൊരു TLS യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, രണ്ട് പേര് തമ്മിൽ, ഇപ്പം അത് ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലാണെങ്കിൽ ക്ലയൻറ്റ് സെർവറും തമ്മിലാവാം, അല്ലെങ്കിൽ വെബ് ബ്രൗസറും സെർവറും തമ്മിലാവാം. എന്താണേലും രണ്ട് പാർട്ടീസും എന്ത് ചെയ്യണം, ഇത് രണ്ടിനെയും ഒരു ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ വെച്ചിട്ട് ഫസ്റ്റ് ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഡ്യൂറിങ് TLS ഹാൻഡ് ഷേക്ക് യൂസർ ഡിവൈസ് ആൻഡ് വെബ് സെർവർ, ഓക്കെ, TLS ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോൾ ചെയ്യുമ്പം യൂസർ ഡിവൈസും വെബ് സെർവറും തമ്മിൽ എന്തൊക്കെ സ്പെസിഫൈ ചെയ്യണം, സ്പെസിഫൈ വിച്ച് വേർഷൻ ഓഫ് TLS, ഏത് വേർഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, TLS 1 ആണോ, TLS 1.2 ആണോ, TLS 1.3 ദേ വിൽ ബി യൂസ്. ഏത് വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് പറഞ്ഞിരിക്കണം. ഓക്കെ, ഹാൻഡ് ഷേക്കിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കണം.
ഓക്കെ. പിന്നെ കൂടാതെ ഡിസൈഡ് ചെയ്യണം. ഡിസൈഡ് ഓൺ വിച്ച് സൈഫർ സ്യൂട്ട് ദേ വിൽ ബി യൂസ്ഡ്. ഏത് സൈഫർ സ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഹാൻഡ് ഷേക്ക് പ്രോട്ടോക്കോളിൻ്റെ. പിന്നെ കൂടാതെ ഒതൻറ്റിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് സെർവർ യൂസിങ് ദ സെർവേഴ്സ് TLS സർട്ടിഫിക്കറ്റ്. ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. ഒതൻറ്റിക്കേറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് സെർവർ. സെർവറിൻ്റെ ഐഡൻറ്റിറ്റി ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓക്കെ. അത് ഏത് വെച്ചിട്ടാണ്? TLS സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. TLS സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടെന്ന്. അതിൻ്റെ അകത്തുണ്ട് യൂസറിൻ്റെ ഐഡൻറ്റിറ്റി. അപ്പോൾ അത് വെച്ചിട്ട് ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ജനറേറ്റ് എ സെക്ഷൻ കീ. ഇതൊക്കെ എന്താണ്? ഹാൻഡ് ഷേക്കിൻ്റെ അകത്ത് നടക്കുന്നതാണ്. ജനറേറ്റ് എ സെക്ഷൻ കീ ഫോർ എൻക്രിപ്റ്റിംഗ് മെസ്സേജ് ബിറ്റ്വീൻ ദം ആഫ്റ്റർ ഹാൻഡ് ഷേക്ക് ഈസ് കംപ്ലീറ്റഡ്. ഹാൻഡ് ഷേക്ക് കഴിഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? ഒരു സെക്ഷൻ കീ ജനറേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് സെക്ഷൻ കീ? നമുക്ക് മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാനായിട്ട്. എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡർ എന്ന റിസീവറിലേക്ക് നമുക്ക് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഹാൻഡ് ഷേക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? സെക്ഷൻ കീ കിട്ടത്തുള്ളൂ. ദ TLS ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷസ് എ സൈഫർ സ്യൂട്ട് ഫോർ ഈച്ച് കമ്മ്യൂണിക്കേഷൻ സെക്ഷൻ. ഓരോ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും എന്ത് വേണം? ഒരു TLS ഹാൻഡ് ഷേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദ സൈഫർ സ്യൂട്ട് ഈസ് എ സെറ്റ് ഓഫ് അൽഗോരിതം. സൈഫർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് അൽഗോരിതംസ് ആണ്. ദാറ്റ് സ്പെസിഫൈസ് ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക? ഷെയർഡ് എൻക്രിപ്ഷൻ കീ. എൻക്രിപ്റ്റ് ചെയ്യുന്ന കീ കാണും. ഏത് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ് സെക്ഷൻ കീ. അതായത് അത് യൂസ് ചെയ്യുന്നത് ഒരു സിമെട്രിക് അൽഗോരിതമാണ് യൂസ് ചെയ്യുക എൻക്രിപ്ഷൻ വേണ്ടി. അപ്പം ഒന്നുകിൽ ആ എൻക്രിപ്ഷൻ കീ ഏതാണ് അല്ലെങ്കിൽ സെക്ഷൻ കീ ഏതാണെന്ന് പറയും. വിൽ ബി യൂസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സെക്ഷൻ. ആ പർട്ടിക്കുലർ സെക്ഷൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷൻ കീ അല്ലെങ്കിൽ സെക്ഷൻ കീ ഏതാണെന്നാണ് പറയുന്നത്. ഏത്? സൈഫർ സ്യൂട്ട് അൽഗോരിതത്തിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനിയും TLS is able to set off matching section key over an encrypted channel thanks to public key cryptography. Okay. മാച്ചിങ് സെക്ഷൻ കീ വരുവാണെങ്കിൽ അൺഎൻക്രിപ്റ്റഡ് ചാനലിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി ആണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് ഷേക്ക് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാൻഡ് ഷേക്ക് ഓൾസോ ഹാൻഡിൽ authenticating usually consists of server proving its identity to the client. ഹാൻഡ് ഷേക്കിൻ്റെ അകത്ത് എന്തുകൂടെ നമ്മൾ ചെയ്യണം? ഹാൻഡ് ഷേക്ക് ഓൾസോ ഹാൻഡിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്യണം. വിച്ച് യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് സെർവർ പ്രൂവിങ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ടു ദ ക്ലയൻറ്റ്. ഓക്കെ. ഐഡൻറ്റിറ്റി ക്ലയൻറ്റിന് പ്രൂവ് ചെയ്യണം സെർവറിൻ്റെ. ഓക്കെ. പിന്നെ ദിസ് ഈസ് ഡൺ യൂസിങ് പബ്ലിക് കീ. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? പബ്ലിക് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുക. പബ്ലിക് കീ ആണ് ഇതിനു വേണ്ടി ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? പബ്ലിക് കീ. സെൻഡർ കാൻ എൻക്രിപ്റ്റ് ഡേറ്റ വിത്ത് ദ പ്രൈവറ്റ് കീ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സെൻഡർ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഏത് വെച്ചിട്ടാണ്? പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കുന്നത്. റിസീവർ എന്ത് ചെയ്യും? സെൻഡറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്യും. പബ്ലിക് കീ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ആ ഒരു സർട്ടിഫിക്കറ്റ് TLS സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് ഓൾറെഡി ആ ഒരു പബ്ലിക് കീ ഉണ്ട്. സെർവറിൻ്റെ പബ്ലിക് കീ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സെർവേഴ്സ് പബ്ലിക് കീ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്സ് TLS സർട്ടിഫിക്കറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. TLS സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പാർട്ടാണ് പബ്ലിക് കീ ഓഫ് സെർവർ എന്ന് പറയുന്നത്. വൺസ് ഡേറ്റ ഈസ് എൻക്രിപ്റ്റഡ് ആൻഡ് ഒതൻറ്റിക്കേറ്റഡ് ഇറ്റ് ഈസ് ദെൻ സൈൻഡ് വിത്ത് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ കോഡ്. നമ്മൾ നേരത്തെ SSLൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ഒതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ സൈൻ ചെയ്യണം. എങ്ങനെ? മാക്ക് വെച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യണം. മാക്കിൻ്റെ കോഡും കൂടെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്തിട്ട് അയക്കും. Recipient can then verify MAC to ensure the integrity of data. റെസിപ്പിയൻറ്റിന് വെരിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്?
ഇൻറ്റഗ്രിറ്റി നോക്കി മാക്ക് വെച്ചിട്ട് മാക്ക് നമ്മൾ കൂടെ അയക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും, റിസീവർ സൈഡിൽ എത്തിക്കഴിയുമ്പം ആ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആണോ, ആ മാക്ക് കറക്റ്റ് ആണോ, കറക്റ്റ് മാച്ചിങ് ആണോ നോക്കും. മാച്ചിങ് അല്ലെങ്കിൽ അവിടെ ഇൻറ്റഗ്രിറ്റി ഇല്ല. മാച്ചിങ് ആണ്, രണ്ടും സെയിം ആണെങ്കിൽ ഇൻറ്റഗ്രിറ്റി. ഇപ്പം ഈ നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. ക്ലയൻറ്റ് ഹാൻഡ് ഷേക്ക് എങ്ങനെയാണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്ലയൻ്റ് ആണ്, ഇത് സെർവറാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒരു ഹാൻഡ് ഷേക്ക് നടത്തണം. അപ്പം സിങ്ക് കണ്ടോ, സിങ്ക് ചെയ്യണം. അതായത് ഒരു റിക്വസ്റ്റ് ഇവിടെ കൊടുക്കുവാണ് സിങ്ക് ചെയ്യാനായിട്ട് സെർവറിന്. അപ്പം എന്ത് ചെയ്യും, സെർവർ ഒരു അക്നോളജ്മെൻറ്റ് ആർക്ക് കൊടുക്കും, ക്ലയൻറ്റിന് കൊടുക്കും. ആ ക്ലയൻറ്റ് എന്നപ്പോൾ എന്ത് ചെയ്യും, ഒരു ക്ലയൻറ്റ് ഹലോ മെസ്സേജ് കൊടുക്കും സെർവറിന്. അപ്പം സെർവർ എന്ത് ചെയ്യും, സെർവർ ഹലോ സർട്ടിഫിക്കറ്റ്, സെർവർ ഹലോ ഡൺ. ഓക്കെ, ഈ മെസ്സേജ് തിരിച്ച് അത് അയക്കും. സെർവർ ഹലോ എന്നും കൊടുക്കും, അതിൻ്റെ കൂടെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, കൂടാതെ സെർവർ ഹലോ ഡൺ. ഓക്കെ, അപ്പം ഇത്ര മെസ്സേജസ് ആണ് ഇത് തിരിച്ച് സെർവർ ക്ലയൻറ്റിന് കൊടുക്കുന്നത്. അപ്പം ക്ലയൻറ്റിന് സെർവർ ഏതൊക്കെ മെസ്സേജ് കൊടുക്കും, സെർവർ ഹലോ, കൂടാതെ സെർവറിൻ്റെ സർട്ടിഫിക്കറ്റ്, സെർവറിൻ്റെ ഹലോ ഡൺ മെസ്സേജും സെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ക്ലയൻറ്റ് അപ്പം എന്ത് ചെയ്യും, ക്ലയൻറ്റ് കീ എക്സ്ചേഞ്ച്, ക്ലയൻറ്റിൻ്റെ കീ എക്സ്ചേഞ്ച് ഏത് വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ കീ കൊടുക്കും. ചേഞ്ച് സൈഫർ സ്പെക്ക് പറയും. ചേഞ്ച് സൈഫർ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഏതാണ് എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ പറയും. ഓക്കെ, പിന്നെ ഫിനിഷ്ഡ് ഈ ഒരു മെസ്സേജാണ് ക്ലയൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സെർവർ എന്ത് ചെയ്യും, ചേഞ്ച് സൈഫർ സ്പെക്ക്, ഓക്കെ, ചേഞ്ച് സൈഫർ സ്പെക്കും ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആർക്കയക്കും, ക്ലയൻറ്റിന് അയക്കും. ഇത്രയും പ്രോസസ്സിങ് നടന്നു കഴിയുമ്പോഴത്തേനാണ് ഒരു ഹാൻഡ് ഷേക്കിംഗ് ഇവിടെ നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പിക്ചോറിക്കലി അത് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. എങ്ങനെയാണ്, ഹൗ ഡസ് TLS അഫക്ട് ദ വെബ് ആപ്ലിക്കേഷൻ പെർഫോമൻസ്, എങ്ങനെയാണ് വെബ് ആപ്ലിക്കേഷൻ പെർഫോമൻസിനെ TLS അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, the latest version of TLS handling impact web application for performance at all. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള TLSൻ്റെ 1.3 വെബ് ആപ്ലിക്കേഷൻ ആണ് നമ്മളെല്ലായിടത്തും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 2018 അത് ലോഞ്ച് ചെയ്തത്, TLS 1.3. ഇപ്പം നമ്മൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ HTTP എന്ന് കൊടുത്താലും അതിൻ്റെ അകത്ത് ഏതുണ്ട്, TLS ഉണ്ട്. Because of the complex process involved in the setting up a TLS connection, some load time and computational power must be expanded. നമുക്ക് ഇതൊരു കോംപ്ലക്സ് പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇത് കണക്ഷൻ സെറ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം ലോഡ് ടൈമും കമ്പ്യൂട്ടേഷണൽ പവറും ഇതൊക്കെ എന്ത് ചെയ്യണം, എക്സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒത്തിരി പ്രാവശ്യം നടക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നടത്തണം. അപ്പം ഇങ്ങനെ ഓരോ ഡേറ്റയും പാസ് ചെയ്യുന്നതിന് മുമ്പ് ട്രാൻസ്മിഷനും എന്ത് വേണം, ഒരു ഹാൻഡ് ഷേക്കിംഗ് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് കുറച്ച് ടൈം അവിടെ കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, കൂടുതൽ മെമ്മറി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഇവിടെ ഒരു കോംപ്ലക്സ് ആകാനായിട്ടുള്ള കാരണം. Okay, there are technologies in place that help to migrate potential latency created by TLS handshake. ടെക്നോളജീസ് നമ്മൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന്, അതായത് ടൈം വളരെ കുറച്ചുകൊണ്ട് നമുക്കിവിടെ ഇപ്പം ഹാൻഡ് ഷേക്കിങ് നടത്താനായിട്ട് പറ്റും. Thank you for watching this video.